ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഇതൊരു കോംബോ ഓഫറാണ്. 7 റോസ് അടങ്ങുന്ന ഒരു കോംബോ ഓഫറാണ് കേട്ടോ. ഇതിൽ നാടൻ റോസും നാടൻ ബഡ്ഡിങ് റോസുമാണ് ഈ കോംബോയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് ദേ ഒരു കമ്മൽ റോസാണ്. കുഞ്ഞു കുഞ്ഞു വൈറ്റ് പൂക്കൾ വരുന്ന കമ്മൽ റോസാണ് ഫസ്റ്റ് വന്നേക്കുന്നത്. ഇത് 7 റോസിനും കൂടെ 730 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ് വരുന്നത്. 7 റോസിനും കൂടെ 730 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ്. ഫസ്റ്റ് വന്നേക്കുന്നത് കമ്മൽ റോസാണ്. കമ്മൽ റോസ് വന്നിട്ട് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇടയ്ക്ക് വന്നിട്ട് ഇതൊരു ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി നടത്തിയിട്ടുണ്ടായിരുന്നു കമ്മൽ റോസ് വരുമ്പോൾ പറയണേന്നുള്ളത്. അപ്പോൾ ഇത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കോംബോ ആയിട്ട്, കാരണം 2-3 പേര് അന്വേഷിച്ച എന്താ പറയുക റോസസൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു കോംബോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാൻസ് വേണമെന്നുള്ളവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. നിങ്ങൾക്കിപ്പോൾ കോംബോ വേണമെന്നുണ്ടെങ്കിൽ ഏത് കോംബോ ആണെന്നുള്ളതും കൂടെ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോംബോ ആണ് വേണ്ടതെങ്കിൽ കമ്മൽ റോസ് കോംബോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. നിങ്ങൾ വന്നിട്ട് കോംബോ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 4-5 കോംബോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പാടാണ് കേട്ടോ. ഇത് വന്നിട്ട് പിങ്ക് ബട്ടൺ റോസാണ് കേട്ടോ. ബട്ടൺ റോസിൻ്റെ പിങ്ക് അത്യാവശ്യം വലിയ തൈകളാണ്, പൂക്കളോടുകൂടെയുള്ള തൈകളായിരിക്കും തരിക. ഇതാണ് രണ്ടാമത്തെ കോംബോയിലുള്ള രണ്ടാമത്തെ റോസ്. ഇത് വന്നിട്ട് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. പ്ലാന്റിൻ്റെ സൈസ് മുമ്പത്തെ കോംബോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 380ൻ്റെ കോംബോയിൽ 5 റോസ് വരുന്നത് ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് വലിയ പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരിക കേട്ടോ. ഏകദേശം ഇത്രയും പൂക്കളും ബഡോട് കൂടിയ പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചതും സെക്കൻഡ് കാണിച്ചതും ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ഇതിനകത്തൊരു 2 ടൈപ്പ് മാത്രമേ നാടൻ ബഡ്ഡിങ് വരുന്നുള്ളൂ. അത് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നതായിരിക്കും. ഇത് വന്നിട്ട് കാശ്മീരി റോസാണ്. കാശ്മീരി റോസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ അധികം കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും നിറയെ പൂക്കൾ തരുന്നൊരു റോസാണ്. ഇഷ്ടംപോലെ പൂക്കളായിരിക്കും. നമുക്ക് ഇതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. ഇതിൻ്റെ അധികം മുറ്റാത്ത തണ്ടുകൾ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. 4ാമത്തെ വന്നിട്ട് സമ്മർ സ്നോ റോസാണ്. ഇതാണ് സമ്മർ സ്നോ. ഇതും ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് തന്നെയാണ്. വളരെ എളുപ്പം തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് റോസാണ്. കാശ്മീരി റോസും സമ്മർ സ്നോവും ഏകദേശം ഫ്ലവറിങ് പാറ്റേൺസ് എല്ലാം കറക്റ്റ് തന്നെയാണ്. മറ്റത് വന്നിട്ടൊരു റെഡും ഇത് വന്നിട്ടൊരു വൈറ്റ് ഷെയ്ഡും, ആ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ. ഏകദേശം ഫ്ലവറിൻ്റെ ഇതൊക്കെ വലിപ്പവും ഒക്കെ സെയിം തന്നെയാണ്. കോംബോയിലുള്ള 4ാമത്തെ റോസാണിത്. ഇപ്പോൾ കാണിച്ച 4 റോസും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത്. പിന്നെ ഞാൻ വേറെയും കോംബോസ്, അതായത് പനിനീർ റോസിൻ്റെ കോംബോ ഒക്കെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. ഇത് വന്നിട്ട് 5ാമത്തെ റോസാണ്. റെഡ് മിനിയേച്ചർ റോസാണ്. ഇത് അത്യാവശ്യം ഹൈറ്റുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. 5ാമത്തത് ഇത് വന്നിട്ട് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ കാണിച്ച 5 റോസും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമില്ല. ഇതിൽ റോസ് വേണമെന്നുള്ളവർ ഈ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാവും. വാട്സപ്പ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് DTDC ആണോ സ്പീഡ് പോസ്റ്റ് ആണോ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിങ്കളാഴ്ചത്തെ കൊറിയറിൽ അല്ലെങ്കിൽ ചൊവ്വാഴ്ചത്തെ കൊറിയറിൽ പ്ലാന്റ്സ് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കാണിച്ച അത്രയും പ്ലാന്റ്സ് നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ എളുപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് കോംബോയിൽ 6ാമത് വരുന്ന റോസാണ്. റെഡ് റോസാണ്. ഇത് നാടൻ ബഡ്ഡിങ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നല്ലൊരു ഫ്രാഗ്രൻ്റ് ആണ്. ഒരു ഡാർക്ക് റെഡ് കളർ വരുന്ന ഒരു റോസാണ് കേട്ടോ ഇത്. നമ്മുടെ റോസ് നമുക്കിത് ചെടിച്ചട്ടിയിൽ വെക്കുന്നതിനേക്കാളും നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഹൈറ്റിൽ പോയിട്ട് നന്നായിട്ട് നമ്മുടെ നാടൻ റോസ് പോലെ തന്നെ നിന്ന് പൂക്കുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ്. പെട്ടെന്ന് അധികം അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതെ നിന്ന് പൂക്കുന്നൊരു ടൈപ്പ് റോസാണ്. ഗ്രോ ബാഗിലൊക്കെ വെക്കുന്നതാണ്. ചെറിയ ചട്ടീനേക്കാളും കുറച്ചുകൂടെ വലിയ ചട്ടിയിലും ഗ്രോ ബാഗിലോ നിലത്തോ ഒക്കെ നടാൻ പറ്റുന്ന ടൈപ്പ് റോസാണ് ഈ ഒരു റോസ്. അപ്പോൾ 6ാമതായിട്ട് ആഡ് ആക്കിയേക്കുന്ന ഈ ഒരു റോസാണ്.
ഇത് ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ് ആണ് ഈ ഒരു റോസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോംബോ ആയിട്ട് ഈ ഒരു 7 റോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേയോ ഫോൺ പേയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ ഒക്കെ ആയിരിക്കും പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത്. കോംബോ വേണമെന്നുള്ളൊരു വാട്സപ്പിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കമ്മൽ റോസ് കോംബോ എന്ന് മാത്രം മെൻഷൻ ചെയ്താൽ മതി. കോംബോ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, എനിക്കും കൺഫ്യൂഷൻ വരും. കാരണം ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 6-7 കോംബോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണേ. അപ്പോൾ ഇത് വന്നിട്ട് 7ാമത്തെ റോസാണ്. യെല്ലോ മിനിയേച്ചർ റോസാണ്. കാരണം ഒരുപാട് പേര് വന്നിട്ട് ഈ ഒരു റോസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ഈ ഒരു റോസ് അയച്ചു കൊടുത്തു. ഇടയ്ക്ക് വന്നിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. പിന്നെ അത് ഇന്ന് ഈവനിങ് പുതിയ ലോഡ് വന്നു. അപ്പോൾ ഇതിൽ ഒരുപാട് റോസ് ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ചേർത്തിട്ടൊരു കോംബോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ 7 ടൈപ്പ് റോസ്, ഇതാണ് 7 ടൈപ്പ് റോസ്. അപ്പോൾ ഈ 7 റോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വേറൊന്നുമില്ല, വാട്സപ്പിൽ വരിക, കോംബോ കമ്മൽ റോസ് കോംബോ ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഫസ്റ്റ് വരുന്നവർക്കായിരിക്കും ഓർഡർ പ്ലേസ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.